ശ്രീ യു ആർ പ്രദീപ്, അങ്ങേക്ക് 8 മിനിറ്റ്. സാർ, ഞാൻ ഈ വിവിധ വകുപ്പുകളുടെ ധനാഭ്യർത്ഥനകളെ ഞാൻ പിന്തുണയ്ക്കും സാർ, വളരെ ആത്മാർത്ഥമായി പിന്തുണയ്ക്കുന്നു. കാരണം നമ്മുടെ സംസ്ഥാനത്ത് തുടർച്ചയായി ഇടതുപക്ഷ സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഭരിക്കാൻ വേണം, ഇനി വീണ്ടും ഭരിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ കേരളത്തിലെ സാധാരണക്കാരും തൊഴിലാളികളും എല്ലാവരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് സാർ. കാരണം അവരുടെ മുമ്പിൽ 3 സർക്കാരുകളുടെ ഭരണം അവരുടെ മനസ്സിലുണ്ട്. കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരും കേരളത്തിൽ കേന്ദ്രത്തിലും ഭരിച്ച UDF സർക്കാരും അതുപോലെ തന്നെ കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDF സർക്കാരും, ഈ 3 സർക്കാരുകളുടെ പ്രവർത്തനം നമ്മുടെ നാട്ടിലെ സാധാരണക്കാർ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് സാർ. അങ്ങനെ വിലയിരുത്തിയപ്പോൾ നല്ലത് ഇടതുപക്ഷ സർക്കാരാണ്, നമ്മുടെ ഈ നാടിന് വേണ്ടത് ഇടതുപക്ഷ സർക്കാർ തന്നെയാണ് എന്ന് തുടർച്ചയായി ഈ സർക്കാരിനെ വീണ്ടും തിരഞ്ഞെടുക്കുകയും ചെയ്യും. BJP രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ BJPയിൽ കണ്ടത് ആ സാധാരണക്കാരന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനം എന്താണെന്ന്. ഒരുപാട് പദ്ധതികൾ കേന്ദ്രം ഭരിക്കുന്ന BJP പ്രഖ്യാപിക്കാറുണ്ട്, പരസ്യത്തിന് വേണ്ടി കോടികൾ ചെലവഴിക്കാറുണ്ട്. എന്നാൽ ലക്ഷ്യം കാണാറുണ്ടോ? ഇല്ല, ലക്ഷ്യം കാണാറില്ല. ഇന്ത്യ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്നുവെന്ന് പുട്ടിൽ നാളിയാരിടുന്ന പോലെ പ്രധാനമന്ത്രി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും. എന്നാൽ യഥാർത്ഥത്തിൽ ഇന്ത്യ വളരുന്നോ? ഇല്ല. എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നൊരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. അതിൻ്റെ പദ്ധതിയുടെ ഭാഗമായി പ്രധാനമന്ത്രി വിദ്യാലക്ഷ്മി പദ്ധതി എന്ന പേരിൽ വലിയ കുട്ടി ആഘോഷമെല്ലാം നടത്തി. എന്നാൽ കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ട് അനുസരിച്ച് 1,17,00,000 കുട്ടികൾ ഇന്ന് സ്കൂൾ പടി ചവിട്ടിയിട്ടില്ല എന്നാണ് ഈ അടുത്ത ദിവസം വന്ന കണക്ക്. എത്ര ദയനീയ അവസ്ഥ! സാധാരണക്കാരന് വേണ്ടി ഉണ്ടാക്കുന്ന പദ്ധതിയാണെന്ന് പറഞ്ഞ് സാധാരണക്കാരൻ്റെ അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട പണം എടുത്ത് വലിയ തോതിൽ ആഘോഷം നടത്തുന്നു, ലക്ഷ്യം കാണുന്നില്ല. അതേപോലെ മറ്റൊരു പദ്ധതി സ്ത്രീകളെ സംരക്ഷിക്കണം, അതിനുവേണ്ടി ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറഞ്ഞ് മറ്റൊരു പദ്ധതിയും കൊണ്ടുവന്നു. വലിയ തോതിലെ പ്രചരണം കൊണ്ടുവന്നു, ചെലവഴിച്ചു. എന്നാൽ അതിൻ്റെ അവസ്ഥ എന്താ? യുനിസെഫിൻ്റെ കണക്കനുസരിച്ച് നമ്മുടെ രാജ്യത്ത് 1 മില്യൺ പെൺകുട്ടികൾ ജനിച്ച ഉടൻ ഇന്നും കൊന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ് യുനിസെഫിൻ്റെ കണക്ക് പുറത്തു വന്നത്. അതിനും ലക്ഷ്യം കാണുന്നില്ല. മാത്രമല്ല, UN റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം വന്നു, അതിനകത്തും ഒരു ദിവസം 140 സ്ത്രീകളെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് തന്നെയാണ് മറ്റൊരു കണക്കും വന്നത്. അതും പോരാ, പ്രതിദിനം 10 പട്ടികജാതി വനിതകൾ ഈ രാജ്യത്ത് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു മറ്റൊരു റിപ്പോർട്ടും അത് കൂട്ടിച്ചേർത്തു. ഇവിടെ 2022 നമ്മൾ മറ്റൊരു റിപ്പോർട്ട് കണ്ടല്ലോ, ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കെതിരായും കുട്ടികൾക്കെതിരായും ആക്രമണം നടന്ന ഒരു സമയം 2022. 4.5 ലക്ഷം സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിക്കപ്പെട്ടു എന്ന് കേന്ദ്ര സർക്കാർ തന്നെ പുറത്തുവിടേണ്ടി വന്നു. അതിനും വേണ്ടി പണം ചെലവഴിച്ചതെല്ലാം പാഴായിപ്പോയി. ഇതെല്ലാം രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടെ അഴിമതി തുടച്ചു നീക്കുമെന്ന് പ്രഖ്യാപിച്ച് അതിനും ഈ രാജ്യത്തുനിന്ന് വോട്ട് നേടിയ ആളുകൾ കോർപ്പറേറ്റുകൾക്ക് മാത്രം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പണം എഴുതിത്തള്ളിയത് 12 ലക്ഷം കോടിയാണ് സാർ. കേരളത്തിൻ്റെ ആവശ്യം നിരന്തരമായി ആവശ്യപ്പെടുന്നു. കേരളത്തിൻ്റെ ആവശ്യത്തെ സംബന്ധിച്ച് നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും എല്ലാ കൊല്ലം വെട്ടിക്കുറവ് നടത്തിക്കൊണ്ടേയിരിക്കുന്നു. കേരളത്തെ അവഗണിച്ചുകൊണ്ടിരിക്കുന്നു. കേരളമാണെങ്കിൽ നല്ല പോലെ ഇടപെടൽ നടത്തി മികച്ച രീതിയിൽ പ്രകടനം കാഴ്ചവെക്കുന്നു. കേരളത്തിലെ വകുപ്പുകൾ ഒന്നിനൊന്ന് മെച്ചമാവുന്ന രീതിയിലുള്ള നല്ല പോലെ ഇടപെടൽ നടത്തുന്നു. കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ ഏതാണ്ടും 73 74 പുരസ്കാരങ്ങൾ നേടി നല്ല പോലെ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നു സാർ. ഇതെല്ലാം കേരളത്തിൽ നടത്തുമ്പോൾ കേരളത്തിൻ്റെ ആവശ്യം നമുക്ക് നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും കേരളത്തിനെ അവഗണിക്കുക മാത്രമല്ല, രാജ്യത്ത് ലക്ഷ്യത്തിന് വേണ്ടി വെച്ച പണമെല്ലാം പാഴാക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ തന്നെയാണ് UDFന് അവസരം കൊടുത്ത സമയത്ത് UDFൻ്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു സാർ. നമുക്കിത് പറയാതിരിക്കാൻ കഴിയില്ല. നിങ്ങളിപ്പോൾ പലരും ഈ ഗവൺമെൻറ് നടത്തിയ പ്രവർത്തനത്തെ സംബന്ധിച്ചെല്ലാം വിമർശനം
എന്തുപോലെയാണ് പ്രിയപ്പെട്ട അംഗങ്ങൾ കത്തിക്കേറിക്കൊണ്ടിരിക്കുന്നത്? യഥാർത്ഥത്തിൽ നിങ്ങൾ ആത്മാർത്ഥമായി പരിശോധിച്ച് നിങ്ങളൊന്ന് പറയണം. ഇവിടെ ഈ ഗവൺമെൻറ് നടത്തുന്ന ഇടപെടൽ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ ഈ വിവാദം ഉന്നയിച്ച കാര്യത്തിൽ നിങ്ങളുമായി കൂടിയാലോചിച്ച് അതിൻ്റെ വിശദമായ വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാറില്ലേ? എല്ലാം മനസ്സിലാക്കി ഇവിടെ നാടകം നല്ലപോലെ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നല്ലോ. അപ്പോൾ നമുക്ക് ഒന്നും വേണ്ട. UDFൻ്റെ കാലത്ത് വിദ്യാഭ്യാസ മേഖല എങ്ങനെയായിരുന്നു? നിങ്ങൾ ആ കാലത്ത് സ്കൂളുകളിൽ കുട്ടികളില്ലെങ്കിൽ അതിന് കുട്ടികളെ എത്തിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തിയില്ല. മറിച്ച് നിങ്ങൾ ഉന്നയിച്ചത് നഷ്ടമാണെന്ന് പറഞ്ഞ് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഒരു സ്കൂളെ JCB ഉപയോഗിച്ച് തകർത്ത് കളഞ്ഞില്ലേ സാർ? മലാപ്പറമ്പ് സ്കൂള് മറക്കാൻ കഴിയോ? കോഴിക്കോട്. അപ്പോൾ ഇവിടെ വിദ്യാഭ്യാസ മേഖലയിൽ ലാഭം ഉണ്ടെങ്കിൽ പ്രവർത്തിച്ചാൽ മതി, അല്ലെങ്കിൽ സ്കൂളുകളെല്ലാം പൂട്ടിക്കൊള്ളും എന്നല്ല നിലപാടല്ലേ നിങ്ങൾക്ക്? ഇന്ന് അങ്ങനെയായിരുന്നോ? അങ്ങനെയായിരുന്നോ? ഇന്ന് മികച്ച രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് സ്കൂളുകളെല്ലാം. കുട്ടികൾ അഡ്മിഷൻ വേണ്ടി സർക്കാർ സ്കൂളിൽ ബോർഡ് തൂക്കുന്ന അവസ്ഥ. കുട്ടികളുടെ അഡ്മിഷൻ ഇവിടെ എടുക്കാൻ കഴിയില്ല എന്ന് സർക്കാർ സ്കൂളിൽ ബോർഡ് തൂക്കുന്നു. സാധാരണക്കാരൻ്റെ മക്കൾ ഓടിയെത്തുകയാണ് ഇന്ന് സ്കൂളുകളിൽ. അതാണ് കേരളം. ആ കേരളത്തിൽ നമുക്ക് നിങ്ങളുടെ ഭരണകാലത്ത് ആരോഗ്യ മേഖല എങ്ങനെയായിരുന്നു? ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് ഡോക്ടർമാരില്ലാതെ നിരന്തരം പരാതി, അവിടെ ജീവനക്കാരില്ലാതെ നിരന്തരം പരാതി, പാരാമെഡിക്കൽ സ്റ്റാഫുകൾ ഇല്ലാതെ നിരന്തരം പരാതി. മരുന്നിന് പോലും മരുന്നില്ലാത്തൊരവസ്ഥയല്ലായിരുന്നു നിങ്ങളുടെ കാലത്ത്? മരുന്നിന് പോലും മരുന്നില്ലാത്തൊരവസ്ഥയായിരുന്നു ആരോഗ്യ മേഖലയിൽ. എന്നാൽ ഇന്ന് അങ്ങനെയാണോ? ഞാൻ അതിലേക്ക് വരാം. മാത്രമല്ല, വ്യവസായ മേഖല എങ്ങനെയായിരുന്നു? ഞാൻ പറയുന്നില്ല എങ്ങനെ ആയിരുന്നു എന്ന്. കുടുംബത്തോടെ ഇരുന്ന് വാർത്ത പോലും കാണാൻ പറ്റാത്തൊരവസ്ഥയല്ലായിരുന്നു കേരളത്തിൽ. എന്നിട്ട് ഇന്ന് വ്യവസായ വകുപ്പിനെ കുറിച്ച് വലിയ പ്രസംഗമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമയം കഴിഞ്ഞോ? നമ്മുടെ ഇത് മാത്രമല്ല, KSRTC എന്തായിരുന്നു? വളരെ ദയനീയ അവസ്ഥ. ഇന്ന് അതെല്ലാം മാറി. ഇന്ന് കേരളം തിളങ്ങുന്നു സാർ. 8 വർഷമായി തല ഉയർത്തി നിൽക്കുന്നു സാർ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദേശീയ അന്തർദേശീയ രീതിയിലെല്ലാം പുരസ്കാരങ്ങളും എല്ലാം ഒഴുകിയെത്തുന്നു. എങ്ങനെയാണ് ഇടതുപക്ഷം ഇങ്ങനെ നിലനിൽക്കണം എന്ന് ജനം ആഗ്രഹിക്കുന്നത്? സാധാരണക്കാരൻ ഇന്ന് സന്തോഷമായി ജീവിക്കുന്നു. റേഷൻ കടകൾ കഴിഞ്ഞ 8 വർഷമായി പൂട്ടിയിട്ടില്ല സാർ. നല്ലപോലെ സാധാരണക്കാരൻ സഞ്ചിയുമായി വന്നാൽ ആ സഞ്ചി നിറച്ച് സാധനങ്ങളുമായി വീട്ടിലെത്തുന്ന അവസ്ഥ. അങ്ങനെയായിരുന്നു നിങ്ങളുടെ കാലഘട്ടം? അങ്ങനെ പവർ കട്ട്, സാധാരണക്കാരൻ്റെ മക്കളിരുന്ന് പഠിക്കാൻ ഇന്ന് സൗകര്യം ഉണ്ടാവുന്നു. പവർ കട്ട് കഴിഞ്ഞ് 8 കൊല്ലമായില്ല. അങ്ങനെയായിരുന്നു നിങ്ങളുടെ കാലഘട്ടം? പെൻഷൻ ഇന്ന് കൈനിറച്ച് കൊടുക്കുന്നു. അങ്ങനെയായിരുന്നു നിങ്ങളുടെ കാലഘട്ടം? വിലക്കയറ്റത്തെ നിയന്ത്രിക്കാൻ ഇന്ന് ഇടതുപക്ഷം നടത്തുന്ന ഇടപെടൽ നിങ്ങളുടെ കാലഘട്ടം എങ്ങനെയായിരുന്നു? അങ്ങനെ റോഡുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും, അങ്ങനെ സാധാരണക്കാരൻ്റെ പാവപ്പെട്ട ആളുകൾക്കുള്ള വീടും ഉൾപ്പെടെ നിരവധി സൗകര്യങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. പണം കേന്ദ്രം തന്നിട്ടില്ലെങ്കിലും പണം കണ്ടെത്തി ഈ പാവപ്പെട്ട ആളുകളെയും സാധാരണക്കാരെയും സന്തോഷമായി ജീവിക്കാനുള്ള ഇടപെടൽ നടത്തുന്നു. എന്നാൽ ആരോഗ്യ മേഖലയും ഇത് അവസാനിപ്പിക്കാൻ സാർ. ആരോഗ്യ മേഖലയും അങ്ങനെ മികച്ച രീതിയിലുള്ള ഇടപെടലും നല്ലപോലെ ഈ രംഗത്ത് പ്രവർത്തനം നടത്തിയതിൻ്റെ ഭാഗമായി അംഗീകാരം തേടി എത്തിക്കൊണ്ടേയിരിക്കുന്നു സാർ. ഈ കുറഞ്ഞ 3 വർഷം തന്നെ എടുത്ത് പരിശോധിച്ചാൽ ഏതാണ്ട് 38 പുരസ്കാരങ്ങൾ ഈ 3 കൊല്ലത്തിലൂടെ ലഭിച്ചു. അപ്പോൾ ഈ കേരളത്തിനകത്ത് സാധാരണക്കാരൻ നല്ല പോലെ അറിയാം, ഇടതുപക്ഷത്തിന്റെ കൈകളിൽ ഭരണം വന്നാൽ നല്ല പോലെ പരിശോധിച്ച് അത് നടത്തും, സാധാരണക്കാരൻ സന്തോഷമായി ജീവിക്കും. എന്നാൽ UDFന്റെ കാലത്ത് ഹോംവർക്ക് നടത്തുന്നില്ല. അവരുടെ സംഘടനാ സംവിധാനം പോലും ശ്രദ്ധിക്കാൻ